നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറച്ച് ഇൻഫർമേഷൻസ് തരാൻ വേണ്ടി വന്നതാട്ടാ. കുറച്ച് നാളായി ആൾക്കാർ ചോദിക്കുന്നത്, ഫേസ്ബുക്കിൽ കുറേ നാളായി തലകുത്തി പറയണേ ഇതുവരെ മോണിറ്റൈസേഷൻ ആയില്ല എന്നുള്ളത്. മോണിറ്റൈസേഷൻ ആയിട്ടില്ല. മോണിറ്റൈസേഷൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നിരുന്നു. പക്ഷെ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങൾക്കറിയാലോ, ഞാൻ കരോക്കെ വെച്ചിട്ടുള്ള പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ വർഷങ്ങളായിട്ട് ഇതിലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കോർപ്പറേറ്റ് വരും. അപ്പോൾ കോർപ്പറേറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് അത് നമ്മളിപ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും, എത്ര പഴക്കമുള്ള FB ആണെങ്കിലും, എത്ര വീഡിയോസ് ഉണ്ടെങ്കിലും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. അവരത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവർ നമുക്ക് മെസ്സേജ് ഇടും, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷനുള്ള ഫസ്റ്റത്തെ കടമ കിടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ കിട്ടും, അതൊരു സത്യമാണ്. ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിടുന്ന കണ്ടൻറ്റ് കോപ്പിറൈറ്റഡ് അല്ലാതിരിക്കുക. അങ്ങനെ ഒരു കോപ്പിറൈറ്റ് അല്ലാത്ത കണ്ടൻറ്റ് മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ മോണിറ്റൈസേഷൻ ആവണത്, അതാവുന്നതിന് മുൻപ് അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ഇടും, നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തെ റിവ്യൂവിനെ അവരിടും. ഈ റിവ്യൂവിന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വല്ലതുപോലെ നമ്മൾ ഇതിൽ എലിജിബിൾ, ഓരോ രാജ്യത്ത് ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിട്ടുള്ള കൺട്രികളുണ്ട്. അപ്പോൾ അവിടെ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്ത്യയൊക്കെ എലിജിബിളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കണ്ടൻറ്റുകൾ കോർപ്പറേറ്റ് ഇല്ലാത്തത്, മറ്റുള്ളവർക്കൊന്ന് കോപ്പി അടിച്ചിടാത്തത്, നമ്മുടെ സ്വയമായിട്ടുള്ള കണ്ടൻറ്റ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ മോണിറ്റൈസേഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു തവണ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് കോർപ്പറേറ്റഡ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ 2 ആഴ്ച റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മോണിറ്റൈസേഷൻ കിട്ടില്ല. നിങ്ങൾ സസ്പെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഞാൻ നിങ്ങൾക്ക് മൊബൈൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സസ്പെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ പിന്നെ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഈ നമ്മൾ കോർപ്പറേറ്റഡ് കണ്ടൻറ്റ് ഈ സസ്പെൻഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചതിന് ശേഷമാണ് ഈ കോപ്പിറൈറ്റഡ് കണ്ടൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യും. ഈ ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആവും? ഇല്ല. ഡിലീറ്റ് ചെയ്താൽ പിന്നെ ചിലപ്പോൾ 6 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും. പിന്നെ വീണ്ടും അവർ റിവ്യൂ ചെയ്തിട്ട് വീണ്ടും നമുക്ക് മോണിറ്റൈസേഷൻ തരാനായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പോസ്റ്റ് ഇടുമ്പോൾ, അത് പാട്ടോ ഫോട്ടോയ്ക്കൊന്നും അങ്ങനെ കോപ്പിറൈറ്റ് വരില്ല. പാട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കണ്ടൻറ്റിന് കോർപ്പറേറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പിന്നെ അത് പോസ്റ്റ് ചെയ്യാണ്ടിരുന്ന ആ ടെൻഷനില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ എൻ്റെ ഫേസ്ബുക്കാണ്. ഇതിൽ കോർണറിൽ കണ്ടത്, ഈ കോർണറിൽ നമ്മുടെ ഒരു ഫോട്ടോ കാണുന്നില്ലേ, കോർണറിലെ ഫോട്ടോ, ആ ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോർഷൻ വരും. കണ്ട, ഈ പോർഷനിൽ നോക്കിയാൽ റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാണാം. സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. കണ്ട, സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ നെയിം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോണിറ്റൈസേഷൻ എന്ന് കണ്ട, ഇത് മോണിറ്റൈസേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ട, എൻ്റെ ഇടയിൽ മോണിറ്റൈസേഷൻ സസ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അതിന് കാരണം ഒരുപാട് കോർപ്പറേറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്പോർട്ട് ഇൻബോക്സ്. കണ്ട, സപ്പോർട്ട് ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണണ്ട. അതിൽ ക്ലിക്ക് ചെയ്യാം. സപ്പോർട്ട് ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് 2 ഓപ്ഷൻ വരും. റിപ്പോർട്ട്സ് അബൌട്ട് അതേഴ്സ്, യുവർ അലർട്ട് എന്ന് പറഞ്ഞിട്ട്. കണ്ടാ, ഈ യുവർ അലർട്ടിൽ ക്ലിക്ക് ചെയ്യാം. യുവർ അലർട്ട് നോക്കിയാൽ, യുവർ അലർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിലിപ്പോൾ നോ വയലേഷൻസ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഈ സസ്പെൻഡ് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ആ കോർപ്പറേറ്റുള്ള പാട്ടുകളൊക്കെ ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോ വയലേഷൻസ്, ഇപ്പോൾ വയലേഷൻസ് ഒന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആണ്, പക്ഷേ സമയമെടുക്കും. മനസ്സിലായ? അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഇടാതിരിക്കരുത്. ഇപ്പോൾ ഈ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കും, കോപ്പിറൈറ്റഡ് ഏത് ദിവസത്തെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് വരും. അത് കണ്ടിന്യൂ എന്നിട്ട് ലാസ്റ്റ് ഒരു റിമൂവ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ റിമൂവ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. അതിന് ശേഷം
ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വയലേഷന് നമുക്ക് അതിന് പോകും. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് വയലേഷൻ കോപ്പിറൈറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഡെയിലി പോസ്റ്റുകൾ ഇട്ടോ, ഫോട്ടോസ് ആയാലും ഒക്കെ, അല്ലെങ്കിൽ മറ്റേ നമ്മളെവിടുന്നെങ്കിലും കോപ്പി അടിച്ചിട്ടൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ സ്വന്തം വാചകങ്ങളിൽ സ്വന്തമായിട്ട് സംസാരിച്ച് ഇടാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കണ്ടന്റ് നമുക്ക് വീഡിയോസിനൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ വേണ്ടാന്ന് വയ്ക്കുന്നതിനാ. ഓക്കെ, അപ്പോൾ നന്നാവുന്നവർ നന്നാവട്ടെ, കിട്ടുന്നവർക്ക് കിട്ടട്ടെ അല്ലേ. അപ്പോൾ ഇതുവരെ കോപ്പി അടിക്കാത്ത ഇതുവരെ കോപ്പിറൈറ്റ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാർ. നിങ്ങൾ തുടർന്ന് തന്നെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നോളും. പിന്നെ പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് പാട്ട് പാടിയിടുക. ഒരു മിനിറ്റൊക്കെ പാട്ട് പാടിയിട്ടാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലേ പാട്ട് പാടിയിടുന്നവർ, മിമിക്രി ചെയ്യുന്നവർ. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കലകൾ എങ്ങനെ വീഡിയോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. മാക്സിമം പോസ്റ്റുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായ? പിന്നെ ഈ പേരും പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ഒരാളും ഫോളോ ചെയ്യുന്നില്ല. താല്പര്യമുള്ള ആൾക്കാർ ഫോളോ ചെയ്താൽ മതി. ഫോളോവേഴ്സ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ കൂടണമെന്നൊന്നുമില്ല. നമുക്ക് വ്യൂ നല്ല പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ റിപ്ലൈ വരും. പിന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും നമുക്ക് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും പോകില്ല. നമ്മളറിയാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ പരിചയമുണ്ട്, നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ആ സ്വപ്നം അല്ലെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. നമുക്കറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊരു യാഥാർത്ഥ്യമാണത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നല്ല കണ്ടന്റുകൾ ഇടാൻ ശ്രമിക്കുക. എല്ലാവരും മോണിറ്റൈസേഷനായിട്ട് എല്ലാവർക്കും പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു അടിപൊളി ജീവിതം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.